സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ എണ്ണി പറഞ്ഞു. ഇത് നാലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ലാ യുഅ്മിനു അബ്ദുൻ അത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ യഅലമ അന്ന മാ അസ്വാബഹു ലം യകുൻ ലിയഖ്തിഅഹു വ അന്ന മാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. അതിനൊന്നുകൂടി വിശദീകരിച്ച് പറയാണ്, ഒരാൾക്കൊരു കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധിച്ചത് അവനെ ബാധിക്കേണ്ടത് തന്നെയാണ് എന്നവൻ വിശ്വസിക്കണം. ഒരു കാര്യം അവന് ബാധിക്കാതെ പോയാൽ അത് തനിക്ക് ലഭിക്കാൻ ഉള്ളതല്ല, ബാധിക്കേണ്ടതാണ് എന്നും അവൻ വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അയാൾ വിശ്വാസിയായി തീരുക എന്നതാണ്. എന്ന് വെച്ചാൽ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് എന്തൊക്കെ ബാധിക്കുന്നുണ്ടോ, എന്തൊക്കെ ലഭിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടി വിധിച്ചതാണെന്നും, നമുക്ക് എന്തെല്ലാം ലഭിക്കാതെ പോകുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ കലപ്രകാരം നമുക്ക് ലഭിക്കാതെ പോകുന്നതാണ് എന്നുമുള്ള വിശ്വാസം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ മാത്രമേ അവൻ വിശ്വാസിയായി തീരുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. താബീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ ബസറയിൽ നിന്ന് ഖദറിനെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. സ്വഹാബിമാരെല്ലാവരും മരണപ്പെട്ടു. ഏകദേശം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ജീവിക്കുന്ന കാലത്ത്, ഹിജറയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഖദറിനെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രവണതകൾ ഉടലെടുത്തു. ആദ്യമായി ഖദറിനെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രവണത ഉടലെടുത്തത് ബസ്രയിലാണ് എന്നും മഅദ് ബിനുൽ ജുഹനിയാണ് അതിന് കാരണക്കാരൻ എന്നും പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഈ പ്രവണത ബസറയിൽ രൂപപ്പെട്ടു വന്നപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി രണ്ടാളുകൾ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. യഹ്യ ബിൻ യഅ്മറും അതേപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്നീ രണ്ട് താബിഈ പണ്ഡിതന്മാരാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത്. അവരാഗ്രഹിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബിയെ കണ്ടുമുട്ടാൻ സാധിച്ചെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവർ മക്കയിലെത്തി. കൂട്ടത്തിൽ ഉംറയും ഹജ്ജുമൊക്കെ നിർവഹിക്കണമെന്നുള്ള ഉദ്ദേശവും അവർക്കുണ്ട്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ വേണ്ടി രണ്ടിലേതോ ഒന്ന് അവർ നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനുവേണ്ടി അവർ പ്രവേശിച്ച ആ ഹറമിൻ്റെ ഉള്ളിൽ അവർ തവാഫിലൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു കഥയെന്നോണം അല്ലെങ്കിൽ തൗഫീഖ് എന്നോണം അവരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. ആ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവർ വന്ന കാര്യങ്ങളും അവരുടെ നാട്ടിലെ കാര്യങ്ങളുമൊക്കെ അവർ വിശദീകരിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ നമ്മളെപ്പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന, കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ അവരൊരു കാര്യം, അന്നഹും യസ്അമൂന അൻലാ ഖദറ, അവർ വാദിക്കുന്നത് ഖദറില്ല എന്നാണ്. അഥവാ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നത് നമുക്കറിയാം ഏകദേശം. ആ ഖദർ ഇല്ല എന്നാണ് അവർ വാദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ സങ്കടം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് അതിന് മറുപടിയായി പറഞ്ഞത് എന്താണ്? ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും. നിങ്ങൾ അവരിലേക്ക് ചെന്നാൽ അവരോട് നിങ്ങൾ പറയണം, ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമറിനെ കണ്ടിരുന്നു, അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അന്നി ബരീഉം മിൻഹും, അവരോട് എനിക്കൊരു ബന്ധവുമില്ല. അഥവാ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന മഹാപണ്ഡിതനും അതേപോലെ തന്നെ മുത്തബിഉ സുന്നയായി കൊണ്ട് അറിയപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ സ്വഹാബി അദ്ദേഹം പറയാണ്, അത്തരം വാദക്കാരോട് ഇബ്നു ഉമറിന് അല്ലെങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉമറിന് യാതൊരു ബന്ധവുമില്ല. വ അന്നഹും ബറാഉം മിന്നി, അവർക്ക് എന്നോടും ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം മുറിച്ചു കളയാവുന്ന രൂപത്തിലുള്ള ഒരു അപരാധമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ ലൗ അന്ന ഉഹദി, എന്നിട്ട് അദ്ദേഹം പറയാണ്, സത്യം ചെയ്തുകൊണ്ട് പറയാണ്, വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ, അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലൗ അന്ന ലി അഹദിഹിം മിസ്ലു ഉഹദി ദഹബ,
ഇങ്ങനെ വിശ്വസിക്കുന്ന, ഇങ്ങനെ ധരിക്കുന്ന ആളുകൾ, അഥവാ ഖദർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉഹുദ് മലയോളം വലിപ്പത്തിൽ സ്വർണം ദാനം ചെയ്താലും ശരി, ലൗ അന്ന അഹദിഹിം മിസ്ല ഉഹുദി ദഹബ, ഉഹുദ് മലയോളം സ്വർണം അവരെന്ത് ചെയ്തു? അവർ കരസ്ഥമാക്കി. ഫഅൻഫഖുഹു, എന്നിട്ടത് ദാനം ചെയ്തു അല്ലെങ്കിൽ ചെലവഴിച്ചു. മാ ഖുബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, വലിയ അമലാണ്, വലിയ പുണ്യമാണ്, ഒരുപാട് നന്മയാണ് അവർ ചെയ്തത്. ഉഹുദ് മലയോളം സ്വർണം അവരുടെ കയ്യിലുണ്ടായിട്ട് മുഴുവനും അവർ ദാനം ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. എന്താ കാരണം? അവർ ഖദറിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഞാൻ ഈ 3 ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്, ഈ ഹദീസ് വീണ്ടുമുണ്ട്. നമുക്കറിയാം, ജിബ്രീലു ഹദീസ് എന്ന് പറയുന്ന ഹദീസിൻ്റെ ആദ്യ ഭാഗത്തുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ വന്ന സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇഹ്സാൻ എന്നിങ്ങനെയുള്ള ആ ഹദീസ്, ദീർഘമായ ഹദീസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് അദ്ദേഹം കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ആമുഖമായി സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഖദറിലുള്ള വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ ഒരിക്കലും തന്നെ നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു വിശ്വാസമാണ് വതുഅ്മിനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്നുള്ളത്. അള്ളാഹുവിൽ നിന്നാണ് ഖൈറും ഷർറും, അത് അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു വിശ്വാസമായതുകൊണ്ടാണ് 6 ഈമാൻ കാര്യങ്ങൾ എണ്ണിയപ്പോൾ അതിൽ 6ാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് ഈ ഖലാ ഖദറിലുള്ള വിശ്വാസമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഖലാ ഖദർ എന്താണ് എന്നതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ആ വിഷയം പഠിക്കേണ്ടുന്നതിൻ്റെയും അറിയേണ്ടുന്നതിൻ്റെയും പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. വേറെയും ഇതുപോലെയുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമി ലോകത്തും ആകാശലോകത്തും ഉണ്ടാകുന്ന വിപത്തുകൾക്ക് വരെ അത് കാരണമായി തീരുന്നുണ്ട് എന്നതാണ്. ആളുകൾ അങ്ങേയറ്റം ഖലാ ഖദറിനെ നിഷേധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് ഭൂമികുലുക്കവും ഭൂകമ്പങ്ങളും വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ മനുഷ്യന്മാർ മൃഗതുല്യമായ രൂപത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നതാണ് ചില ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ നിലക്കുള്ള ധാർമ്മികതകളും നഷ്ടപ്പെട്ടു പോകാൻ വരെ ഖലാ ഖദറിലുള്ള വിശ്വാസം കാരണമായി തീരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഖലാ ഖദറിലുള്ള വിശ്വാസം എന്താണ് അത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. 6 കാര്യങ്ങൾ, ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും ചെറുപ്രായത്തിൽ തന്നെ ചൊല്ലിപ്പഠിച്ച നമുക്കറിയാം. 6ാമത്തെ ഈമാൻ കാര്യം അത് ഖലാ ഖദറിലുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഖലാ ഖദർ ആ രൂപത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നത്? നമുക്കറിയാം, അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, മറ്റ് വിശ്വാസങ്ങളൊക്കെ, ആ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ തെറ്റിപ്പോകാൻ ഖലാ ഖദറിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ കാരണമായി തീരുമെന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ നോക്കിയും, നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അതേപോലെയുള്ള മറ്റ് ഈമാൻ കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്കൊരു വീട് വെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, ആ വീട് വെക്കുമ്പോൾ അത് എങ്ങോട്ടാണ് അതിൻ്റെ അടുക്കള വരേണ്ടത്, അതേപോലെ തന്നെ അതിൻ്റെ കന്നിമൂല ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്തേക്കാണ്, എവിടെയാണത് കിണർ കുഴിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അന്വേഷിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ കാരണം? അവർക്കൊരു വിശ്വാസത്തിൻ്റെ കുറവ്. ഇവിടെ കിണർ കുഴിച്ചാൽ ആപത്തുണ്ടാവും ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അടുക്കള ഈ ഭാഗത്തേക്കായി മാറിയാൽ ആപത്തുണ്ടാകുമെന്ന് ആരൊക്കെയോ അവരെ ധരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിലൊരു പേടി കയറിക്കൂടുന്നത് കാരണത്താൽ അവരെന്തു ചെയ്യും? ഒരു വീട് വെക്കുമ്പോൾ അതിന് കുറേ പരിഹാരങ്ങൾ തേടിക്കൊണ്ട് പലരിലേക്കും പോകുന്നു. പല ആളുകളും തങ്ങന്മാരുടെ അടുക്കലേക്ക് പോകും, ചില ആളുകൾ പണിക്കന്മാരുടെ അടുക്കലേക്ക് പോകും, ചില ആളുകൾ ഇങ്ങനെയൊക്കെ കഴിവുണ്ടെന്ന് പറയുന്ന ആരാണെങ്കിലും ശരി അവരിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ടാണോ? അല്ല, വിശ്വാസികളാണ്. പക്ഷെ ഖലാ ഖദർ ശരിയായ രൂപത്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ്. രോഗം വന്നാൽ
നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കേണ്ട ഒരു വിശ്വാസി അത് വേറെ എന്തൊക്കെയോ പേരിൽ വന്നതാണ് എന്നും എന്നിട്ട് അത് മാറ്റാൻ മരുന്നുകൾ നിങ്ങൾ ഈ പറയണായിരിക്കാത്ത മരുന്ന് കുടിച്ചിട്ടൊന്നും അതിന് കാര്യമല്ല, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നും അതിന് കാര്യമില്ല, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളൊക്കെ കുറേ പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ആളുകൾ കളിയാക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആളുകൾ ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ വിശ്വാസം? അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ളതാണിത് എന്നുള്ള വിശ്വാസം അവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. രോഗം തന്നവൻ അള്ളാഹു ആണെങ്കിൽ ആ രോഗം മാറ്റാൻ കഴിവുള്ളവനും അള്ളാഹുവാണ് എന്ന വിശ്വാസം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാളിലേക്ക് പോകുന്നു, അവിടുന്ന് സുഖമാകുന്നില്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പോകുന്നു, അങ്ങനെ 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 പോകുന്നു. ഇത് വൈദ്യം പഠിച്ച ഡോക്ടർമാരുടെ അടുക്കലേക്കല്ല പോകുന്നത്. അവർക്കറിയാം ഈ ഡോക്ടർമാർ ഇതിന് പറ്റൂല എന്നറിയാം, എന്നിട്ട് അതിൻ്റെ അപ്പുറമുള്ള ചില ആളുകളിലേക്കാണ് ഈ ആളുകൾ പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില ഭാഗത്ത് ചില തകിടുകൾ കൊടുന്ന് കുഴിച്ചിടും അല്ലേ, 50 രൂപക്കും അതേപോലെ തന്നെ 100 രൂപക്കും ഒക്കെ വാങ്ങുന്ന തകിടുകൾ കൊണ്ടുവന്ന് കുഴിച്ചിടും. എന്തിനാ? ആ വീടിന് ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ. കുപ്പി തൂക്കിയിടുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതുപോലെ തന്നെ കോഴിമുട്ട, അതിൽ ചില കുറികളും അക്കങ്ങളുമൊക്കെ എഴുതിയിട്ട് പല ഭാഗങ്ങളിലായിക്കൊണ്ട് കുഴിച്ചു മൂടുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുഅ്മിനുകളെന്ന് പറയുന്ന, വിശ്വാസികളെന്ന് പറയുന്ന, മുസ്ലിങ്ങളെന്ന് പറയുന്ന ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കലാ ഖദർ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർക്ക് വിശ്വാസമുണ്ട്, അങ്ങനെ പറയും, അവർ എണ്ണിപ്പറയും, പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ കലാ ഖദർ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ അറിവില്ലായ്മ ഒരുപാട് തിന്മകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോകുമെന്നതിനാൽ എന്താണ് ഖദർ, എന്താണ് ഖലാ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഖദർ എന്ന് പറഞ്ഞാൽ, ഖലാ ഖദർ എന്നാണല്ലോ പറയാറുള്ളത്. ഖദർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള നിർവചനവും അതേപോലെ തന്നെ ഭാഷാപരമായി കൊണ്ട് അതിന് കൊടുത്തിട്ടുള്ള അർത്ഥവുമൊക്കെ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഖദർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി കൊണ്ട് തൻലീം എന്നാണ്, വ്യവസ്ഥപ്പെടുത്തുക, തഖ്തീത്ത്, അതേപോലെ തന്നെ ക്രമീകരിക്കുക, വരച്ചുണ്ടാക്കുക, കൃത്യമായ ഒരു രൂപം വരച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് പ്ലാൻ ഉണ്ടാക്കുക. തഹ്ദീദ്, അതേപോലെ തന്നെ കരട് തയ്യാറാക്കുക. ഇതൊക്കെയാണ് ഖദർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ. അത് രേഖപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഖദർ. അള്ളാഹു രേഖപ്പെടുത്തി കണക്കാക്കി അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ് ഖദർ. പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ് ഖദർ എന്നതിന്. പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനം ഇങ്ങനെയാണ്: അത്തസ്ദീഖുൽ ജാസിം ബിഅന്ന കുല്ലമാ യഖഉ ഫിൽ കൗനി മിൻ ഖൈറിൻ ഔ ശർറിൻ, പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും ഖൈറാവട്ടെ ഷർറാവട്ടെ, ആ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഔ മിൻ കുഫ്രിൻ ഔ ഈമാനിൻ, ഒരാൾ വിശ്വാസിയായി തീരുക, ഒരാൾ മുഅ്മിനായി തീരുക. അതേപോലെ തന്നെ മിൻ ത്വാഅത്തിൻ ഔ മഅസിയത്തിൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി തീരുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനായി തീരുക. മിൻ സിഹത്തിൻ ഔ മറലിൻ, ആരോഗ്യമുള്ളവനായി തീരുക, രോഗിയായി തീരുക. മിൻ ഗനിയിൻ ഔ ഫഖ്റിൻ, ഒരാൾ ദരിദ്രനായി തീരുക, ഒരാൾ ധനികനായി തീരുക. കുല്ലുഹു ബിഇൽമില്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരമാണ് എന്ന് സത്യപ്പെടുത്തുക. അതാണ് ഖദർ എന്ന് പറഞ്ഞാൽ. എല്ലാം സത്യപ്പെടുത്തുക. ബിഇൽമില്ല, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ കിതാബത്തിഹി, അവൻ രേഖപ്പെടുത്തിയത് പ്രകാരമാണ് നടക്കുന്നത്. വ മശീഅത്തിഹി, അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. വ ഖൽഖിഹി, അവൻ സൃഷ്ടിച്ചത് പ്രകാരമാണ് നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതാണ് ഖദർ എന്ന് പറഞ്ഞാൽ. ഇതിനെ സത്യപ്പെടുത്തണം നമ്മൾ. ഇങ്ങനെ സത്യപ്പെടുത്താൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉഹുദ് മലയോളം കുന്നോളം സ്വർണം ദാനം ചെയ്താലും സ്വീകരിക്കണമോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമാന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് പ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം ത്വഹാവി പറഞ്ഞു, കുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി, അല്ലാഹുവിൻ്റെ
കണക്ക് പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വ മശീഅത്തുഹു നാഫിദ, ഫലപ്രദമായ അവൻ്റെ ഉദ്ദേശപ്രകാരവും, വ ഇൽമുഹു മുഹീത്തുൻ, എല്ലാത്തിനെയും വലയം ചെയ്ത് നിൽക്കുന്ന അവൻ്റെ അറിവ് പ്രകാരവും, വ ഖദ്റുഹു ഗാലിബുൻ, എല്ലാത്തിൻ്റെയും പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്ന അവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ലോകത്ത് ഏതൊരു കാര്യവും നടക്കുന്നത് എന്ന് വിശ്വസിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസം, ഖലാ ഖദറിലുള്ള വിശ്വാസം, അത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഈ അല്ലാഹു സുബ്ഹാനഹു തആല എഴുതി രേഖപ്പെടുത്തി, അതേപോലെ തന്നെ അവൻ്റെ അറിവ് രേഖപ്പെടുത്തി നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം നടക്കുമെന്നുള്ളത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. അതുകൊണ്ട് ഇതിൽ നിർബന്ധമായും വിശ്വസിക്കൽ ഇസ്ലാമിൽ വാജിബാണ്. ഖലാ ഖദറിലുള്ള വിശ്വാസം വാജിബാണ്. അതിലൊരു ചെറിയ എന്താ പറയുക, ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്കാല് എല്ലാം എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഖലാ ഖദർ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാർ അങ്ങനെ പറയാം, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എല്ലാം ഇങ്ങനെ അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് മുഅ്മിനായ മനുഷ്യന്മാർ പോലും ചോദിച്ചു പോകുന്ന അവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, എൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരം പ്രയോഗങ്ങൾ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം വാജിബാണ്. കാരണം ഖുർആൻ അത് പഠിപ്പിച്ചു. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖദർ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ലിയഖ്ലി അല്ലാഹു അംറൻ കാന മഫ്ഊല, അവൻ ഏതൊരു പ്രവർത്തനവും നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഖലാ ആക്കിയതിൻ്റെ പ്രകാരമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഖലാ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മാത്രമല്ല അത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ആ ഹദീസുകളും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിനപ്പുറം ചില ആളുകളൊക്കെ പറയും, പെട്ടെന്നൊരു മരണം സംഭവിച്ചാൽ അത് അകാലത്തിൽ മരിച്ചതാണ്. എന്താ അകാലത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ? സമയമാകാതെ മരിച്ചു. അങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചൊരു സമയമുണ്ട്. അത് 2 വയസ്സാണെങ്കിൽ അയാളുടെ പൂർണ്ണ വയസ്സെത്തി, 10 വയസ്സാണെങ്കിൽ അയാളുടെ പൂർണ്ണമായ വയസ്സെത്തി, 100 വയസ്സാണെങ്കിൽ അയാളുടെ കാലം 100 വയസ്സാണ്. എല്ലാവരും 100 വയസ്സ് വരെ ജീവിക്കുക, അല്ലെങ്കിൽ എല്ലാവരും 63 വയസ്സ് വരെ ജീവിക്കുക, അങ്ങനെ ഒന്നില്ല. അപ്പോൾ അകാലത്തിൽ വേർപെട്ടു പോയി എന്നുള്ള പ്രയോഗം ഖലാ ഖദറിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, എല്ലാ ആത്മാവുകളും മരിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഏൽപ്പിച്ച് കണക്ക് കൊടുത്തിട്ടുള്ള കാര്യമാണ്. അത് ആ സമയമാകുമ്പോൾ മരിക്കുക തന്നെ ചെയ്യും, അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ വിശ്വസിക്കേണ്ടത്, എന്ത് സംഭവിച്ചാലും മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓരോന്നും നമ്മളിവിടെ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്, എൻ്റെ ഈ സംസാരത്തിൻ്റെ ഓരോ വാക്കുകൾ, അതിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തപ്പിത്തടച്ചിലുകൾ, ഇതെല്ലാം അള്ളാഹു കണക്കാക്കിയതാ. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മരത്തിൽ നിന്നൊരു ഇല വീഴുമ്പോൾ അതിങ്ങനെ കാറ്റിൽ വീഴുമ്പോൾ എത്ര പ്രാവശ്യം മറിയുന്നുണ്ട്, അതുപോലും അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമാണ്. അല്ലാതെ ആ ഇലൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, കാറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കറക്കാനും പറ്റൂല. അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമല്ലാതെ മറിഞ്ഞു വീണ ഒരു ഇലം അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ അത്രമാത്രം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബ, അതുകൊണ്ട് തന്നെ എന്തൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും, ഏതൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഖാലു, അവർ ഇപ്രകാരം പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയണം. മുസീബത്തുകൾ ബാധിച്ചാൽ, മരണം മാത്രമല്ല, ഏത് നിലക്കുള്ള മുസീബത്തുകളാണെങ്കിലും ആ മുസീബത്തുകൾ ബാധിച്ചാൽ അവരെന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളങ്ങനെ വല്ല മുസീബത്തും കേട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മരിച്ചിട്ടൊന്നുമില്ല അറിയും അല്ലേ? അപ്പം നമ്മളതാ പറയും, മരിച്ചിട്ടൊന്നുമില്ല അറിയും. മരിച്ചതിന് മാത്രമല്ല അത് പറയേണ്ടത്, പിന്നെയോ മുസീബത്ത്, ആപത്തുകൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നാണ് പറയണത്.
അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അതിനിടയിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കഥയാണ്. അതിനിടയിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. ഈ ഒരു വിശ്വാസമാണ് ആ പ്രയോഗത്തിലൂടെ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലൻ യകുൻ ലിയുസീബക. നിന്നെ ബാധിച്ച ഒരു കാര്യവും നിന്നെ ബാധിക്കാതെ പോകേണ്ടതല്ല. നിന്നെ ബാധിച്ച ഏതൊരു കാര്യവും നിന്നെ ബാധിക്കാതെ പോകേണ്ടതല്ല. നിന്നെ ബാധിക്കാതെ പോയ ഒരു കാര്യവും നിനക്ക് ബാധിക്കേണ്ടതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന കുട്ടിയെ, പൊന്നുമോനെ, നിനക്ക് ബാധിക്കേണ്ട ഒരു കാര്യവും ബാധിക്കാതെ പോവില്ല. ബാധിച്ചൊരു കാര്യവും ബാധിക്കേണ്ടാത്തൊരു സംഗതിയാണ് എന്ന് വിശ്വസിക്കാനും പാടില്ല. ഒക്കെ നമുക്കുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇത് നിർഭയത്വത്തിൻ്റെ ഒരു വിശ്വാസമാണ്. വിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക്, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളൊരു വിശ്വാസമാണ്. എന്ത് സംഭവിച്ചാലും തവക്കുലാക്കി ജീവിക്കാനും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് എല്ലാം മനസ്സിൽ ഒതുക്കി സമാധാനിക്കുവാനും സാധിക്കുന്ന ഒരു വിശ്വാസമാണിത്. അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തെ കുറ്റപ്പെടുത്തും, നമ്മുടെ കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മളെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തും, നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തും. അതൊക്കെ പല കാരണങ്ങളായിരിക്കാം. പക്ഷെ അത് അള്ളാൻ്റെ വിധിയാണ്. അള്ളാൻ്റെ വിധിയില്ലാത്തൊരു സംഗതി നടക്കൂല. ചില ആൾക്കാർ പറയും വിധിനെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. വിധിനെ കുറ്റം പറയല്ല, വിധി അംഗീകരിക്കണം നമ്മൾ. എല്ലാം ചെയ്തു വെച്ചിട്ട് വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ചെയ്യുന്നത് പോലും വിധിയാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തിയ കാര്യങ്ങളല്ലാതെ ഞാൻ ചിന്തിച്ച് ചെയ്യില്ല. ഞാൻ മോശമായി പോകണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലും അള്ളാഹ് രേഖപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മശീഅത്തോടുകൂടി നടക്കുന്നതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലൗ അന്ന ഖലഖ കുല്ലഹും ജമീഅ അറാദു അൻ യൻഫഉക ബിശൈഇൻ ലം യഖ്ളിഹില്ലാഹു ലക് ലം യഖ്ദിറു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്കുകളാണ്. ഫലൗ അന്ന ഖലഖ കുല്ലഹും ജമീഅ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെല്ലാവരും, അറാദു, അവരെല്ലാവരും ഉദ്ദേശിച്ചു, അൻ യൻഫഊക ബിശൈഇൻ, നിനക്കൊരു നന്മ ചെയ്തു തരുവാൻ, ലം യഖ്ളിഹില്ലാഹു ലക്, പക്ഷേ അവരെല്ലാവരും ഉദ്ദേശിച്ച ആ നന്മ അള്ളാഹു സുബ്ഹാനഹു തആല കളയാക്കാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നടപ്പാക്കണമെന്ന് വിചാരിക്കാത്തതാണ്. അള്ളാഹുവിൻ്റെ മശീഅത്തില്ലാത്തൊരു കാര്യമാണ് ജനങ്ങളെല്ലാവരും ചെയ്യണമെന്നുദ്ദേശിച്ചത്. എങ്കിൽ ലം യഖ്ദിറു അലൈഹി, അവർക്കൊരു നിലക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഔ അറാദു അൻ യളുറൂക ബിശൈഇൻ ലൻ യഖ്ളിഹില്ലാഹു അലൈക്, ജനങ്ങളെല്ലാവരും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പടച്ച തമ്പുരാൻ്റെ കലയിൽ നിന്നെ ബാധിക്കണമെന്നില്ല എങ്കിൽ ലം യഖ്ദിറു അലൈഹി, അവർക്ക് നിന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് സഹോദരങ്ങളെ വിശ്വാസം. ഇതാണ് സഹോദരങ്ങളെ നിർഭയത്വത്തിൻ്റെ വിശ്വാസം. നമ്മൾ ഒരു യുദ്ധക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴും സ്വഹാബത്തിന് നൽകിയ ധൈര്യം എന്താണ്? അള്ളാഹു എനിക്കിതിൽ ഷഹീദ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷഹീദാവും, അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു എനിക്കിതിൽ വിജയം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് പടച്ചോൻ്റെ കലയെങ്കിൽ, ഞാൻ ഒരു പോറലും ഏൽക്കാതെ ഞാൻ വിജയശ്രീലാളിതനായിക്കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് കരുത്തേകുന്ന, അവർക്ക് എല്ലാ നിലക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വെളിച്ചമേകുന്ന ഒരു വിശ്വാസമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ഇപ്രകാരം പറയാൻ പാടില്ല. വഇന്ന സ്വാബക ശൈഉൻ ഫലാ തഖുൽ, നിനക്ക് ബാധിച്ചതിൻ്റെ പേരിൽ നീ ഇപ്രകാരം പറയരുത്. ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ. അല്ലോണം മനസ്സിലാക്കണം. എല്ലാ മുവഹിദുകളായ ആളുകളും, തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന ആളുകളും, നമ്മുടെ സംഘടനാ മീറ്റിങ്ങുകളിൽ പോലും ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞവർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? എന്താ ഇവിടെ പറഞ്ഞത്? വഇന്ന സ്വാബക ശൈഉൻ ഫലാ തഖുൽ, നിനക്ക് വല്ലതും ബാധിച്ചാൽ, നിങ്ങൾക്ക് വല്ലതും ബാധിച്ചാൽ, ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ, ഞാൻ ഇപ്രകാരം അപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറഞ്ഞതൊക്കെ പടച്ചോൻ്റെ കഥയാണ്. അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചതും പടച്ചോൻ്റെ കഥയാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ പറയില്ല. ശരിക്കും നമ്മൾ ആ കാര്യം ശരിക്കും ഉൾക്കൊള്ളണം നമ്മൾ. അപ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ നമ്മൾ പറയേണ്ടതെന്ന് അറിയങ്ങൾ, എന്ത് സംഭവിച്ചാലും പറയേണ്ട കാര്യം വലാകിൻ ഖുൽ,
നീ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. ഒന്നാണ് പറഞ്ഞാണ് എല്ലാവരും. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. അതെല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം. കാരണം എന്ത് സംഭവിച്ചാലും അതാണ് നമ്മൾ പറയേണ്ടത്. അള്ളാഹിൻ്റെ വിധിയാണിത്. ഖദ്ദറല്ലാഹു, അള്ളാഹു കണക്കാക്കി, വമാ ശാഅ അവൻ ഉദ്ദേശിച്ചു, ഫഅല അതവൻ പ്രവർത്തിച്ചു. അള്ളാഹു കണക്കാക്കി, അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു. അത് നടന്നു. ലോകത്തെ എല്ലാ കാര്യത്തിലും ഇതാണ് നടക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ചില ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അയാളിപ്പോൾ എന്തിനാണ്ട് പോയത്? അങ്ങോട്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ചില ആളുകൾ ഇതുവരെ പോകാത്തൊരു സ്ഥലത്ത് ആദ്യമായിട്ട് പോയിട്ട് അവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു. ഇതൊക്കെ ലോകത്ത് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബി അർളിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ലഹു ജഅല ലഹു ബിഹാ ഹാജ, അള്ളാഹു അവൻ അവിടേക്ക് ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ കിട്ടുവനെ. എവിടെയാണോ നമ്മുടെ മരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുള്ളതെങ്കിൽ ആ അവിടെ മരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ എത്തിപ്പെടാൻ അള്ളാഹു നമുക്കൊരു ഹാജത്തുണ്ടാക്കി തരും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഈ രൂപത്തിലുള്ള, അല്ലെങ്കിൽ ഖലാ ഖദറിൻ്റെ വിഷയത്തിലുള്ള നമ്മുടെ ഈ വിശ്വാസം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നമ്മൾ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, കുല്ലു ഷൈഇൻ ബിഖദരിൻ, എല്ലാ കാര്യങ്ങളും ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹത്തൽ അജിസു വൽ കൈസു, ഒരാൾ ബുദ്ധിയുള്ളവനായി തീരുന്നതും ഒരാൾ ബുദ്ധിശൂന്യനായി മാറുന്നതും. അൽ കൈസു വൽ അജിസു, അതേപോലെ തന്നെ നേരെ മറിച്ചും ബുദ്ധിയില്ലാത്തവനായി മാറുന്നതും ഒക്കെ ശക്തനായി മാറുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാറൂനൊക്കെ തെറ്റിപ്പോയതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്. അവന് ഒരുപാട് സമ്പത്ത് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടുമാണ്. അറിയാതെയെങ്കിലും അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ വിശ്വാസികൾക്കിടയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ എന്തുകൊണ്ടാണ് ആ പറച്ചിൽ വരുന്നതെന്ന് അറിയങ്ങൾ, ഈ ഖലാ ഖദറിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ആ രൂപത്തിലുള്ള അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, പടച്ചോൻ്റെ ഖദർ പ്രകാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ. വലിയൊരു വിഷയമാണിത്. പരത്തി പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അവാന്തര വിഭാഗങ്ങളായി പോകുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ രണ്ട് ടീമുകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഒന്ന് ജബരിയാക്കളും മറ്റൊന്ന് ഖദരിയാക്കളും. ജബരിയ എന്ന് പറഞ്ഞാൽ, ജബറത്ത് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. ജബറത്ത് എന്ന് പറഞ്ഞാൽ മജ്ബൂർ എന്ന് അറിയില്ല. എന്താ മജ്ബൂർ എന്ന് പറഞ്ഞാൽ? നിർബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പം അവർ പറയാണ്, ഒരു കാറ്റിൽപ്പെട്ട പഞ്ഞിയെപ്പോലെ, അല്ലെങ്കിൽ ഒരു തൂവലിനെ പോലെ, ആ കാറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുമല്ലോ, ആ തൂവലിനൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂല. അതേപോലെയാണ് മനുഷ്യന്മാർ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഖദറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഈ രണ്ട് പേച്ച വാദഗതിക്കാരുടെ വാദഗതി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാദം എന്താണ് അതിൽ മിഡിലായി വരുന്നത്, മധ്യമായിട്ട് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എല്ലാം അല്ലാഹു തആല ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയെന്നൊരു സംശയം ഉണ്ടെങ്കിൽ, ഇതാ ഞാൻ അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്. എങ്ങനെ? നമുക്കൊരു സ്വാധീനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ വിധിച്ചിട്ടുള്ളത് അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ച് നമ്മളെല്ലാത്തിനും വിധേയൻ. അപ്പോൾ ഒരാൾ കള്ളു കുടിച്ചാലോ, അല്ലാഹു വിധിച്ചതല്ലേ, പിന്നെന്താ ഞാനെങ്ങനെ ശിക്ഷിക്കപ്പെടുക? അങ്ങനത്തെ വാദഗതിക്കാരുണ്ടായിട്ടുണ്ട്. അതാണ് ഈ ജബരിയാക്കൾ. വ്യഭിചരിച്ചാൽ ഞാനല്ല വ്യഭിചരിക്കുന്നത്, അത് അള്ളാൻ്റെ കഥയാണ്. അതേപോലെ തന്നെ ഒരാൾ വിശ്വാസിയല്ലാതിരുന്നാൽ അത് അള്ളാൻ്റെ കഥയാണ്, വിശ്വാസിയായാൽ അത് അള്ളാഹുവിൻ്റെ കഥയാണ്. ഇങ്ങനെ മനുഷ്യനൊരു സ്വാതന്ത്ര്യവുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, ഇത് ശരിയാണോ? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ രൂപത്തിലാവും. അങ്ങനെയല്ല ഖലാ ഖദറിൽ വിശ്വസിക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഏതായാലും ഇങ്ങനെയല്ല. നമുക്കൊരു ഇച്ഛാശക്തിയുമില്ല, അതേപോലെ തന്നെ നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല.
അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെ വിധിക്കുന്നു, ആ വിധിച്ചതിനനുസരിച്ച് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്താലും അള്ളാഹു ആണതിന് കാരണം, അള്ളാഹുവിൻ്റെ വിധിയാണ്. നമ്മളൊരാളെ അടിച്ചാലും അള്ളാഹു ആണതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഖദാ ഖദറിലേക്ക് ചേർത്തുകൊണ്ട് തിന്മകൾ ചെയ്യുന്നതിനെ കുറിച്ച് പോലും ന്യായീകരിക്കുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ. ഹും അല്ലദീന യഖൂലൂന ഇന്നൽ അബ്ദ മജ്ബൂറുൻ അലാ അഫ്ആലിഹി. ഏതൊരു അടിമയും അവർ പറയാണ്, ഏതൊരു മനുഷ്യനും അവൻ്റെ പ്രവർത്തനങ്ങളിൽ മജ്ബൂറാണ്, നിർബന്ധിക്കപ്പെട്ടവനാണ്. ലൈസ ലഹു ഇറാദത്തുൻ, അവനൊരു ഉദ്ദേശവും ഇല്ല, അവന് സ്വന്തമായിട്ടൊരു ഉദ്ദേശവും ഇല്ല. വലാ കുദറ, ഒരു കഴിവും അവനില്ല. അലൽ ഇഖ്തിയാർ, ഒരു തെരഞ്ഞെടുക്കാനുള്ള അവകാശവും അവനില്ല. ഇങ്ങനെ ആ വിധിക്ക് അടിമപ്പെട്ടവനാണ് മനുഷ്യൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ രൂപത്തിലുള്ള വിശ്വാസം തെറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു കഴിവുണ്ട്. എന്താണ്? അവന് ഖദർ നൽകിയിട്ടുണ്ട് പടച്ചോ. ഖദർ എന്ന് പറഞ്ഞാൽ കഴിവ്, ചെയ്യാനുള്ള കഴിവ്, ഇവിടെ നിൽക്കാനുള്ള കഴിവ്, ഇരിക്കാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് നൽകിയെന്ന് മാത്രമല്ല ഇഖ്തിയാറും നൽകി. ഇഖ്തിയാറും നൽകി. എന്താ ഇഖ്തിയാർ? ചെയ്യണോ ചെയ്യണ്ടേന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോകണോ പോകണ്ടേ തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പഠിച്ചോ. ഇവിടെ പ്രസംഗം നിർത്തണോ നിർത്തണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് പഠിച്ചോൻ കഴിവ് തന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനറിയാം നിങ്ങൾ എഴുന്നേറ്റ് പോകുമോ, ഞാൻ പ്രസംഗം നിർത്തുമോ. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പടച്ച തമ്പുരാന് അറിയാം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഖദർ തന്നു, ഇഖ്തിയാറും തന്നു. നമ്മളെന്തല്ല കാറ്റിലാടുന്ന പഞ്ഞിയെപ്പോലെ അല്ലെങ്കിൽ തൂവലിനെ പോലെ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല നമുക്കുള്ളത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അള്ളാഹു അറിയുന്നുണ്ട്. കാരണം അവൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ. ആ അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എത്ര പ്രാവശ്യം കറങ്ങും, ഈ മനുഷ്യൻ എത്ര പ്രാവശ്യം ഇരിക്കും. അതവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെയുള്ളത് അവനറിയാം. അത് മാത്രമാണോ അറിയുക? അല്ല, ലോകത്തെ പടച്ചത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള ഓരോ ചലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെച്ചു. അതവൻ്റെ അറിവ് കൊണ്ടാണ് രേഖപ്പെടുത്തിയത്. എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഇന്ന് 4 റുക്നുകൾ പറയുന്നുണ്ട്. ഖദാ ഖദറിന് 4 റുക്നുണ്ട്. ആ 4 റുക്ന് നമ്മളെ മനസ്സിലാണ് കയറ്റി വെച്ചാൽ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടിയാവും. അപ്പോൾ ജബരിയാക്കളുടെ വിശ്വാസമല്ല യഥാർത്ഥത്തിലുള്ള ഖദറുള്ള വിശ്വാസമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഖദരിയാക്കൾ എന്താ പറഞ്ഞത്? അവർ അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നും ഇതുപോലെ എന്താക്കിയിട്ടില്ല, രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, ഖദറാക്കി വെച്ചിട്ടില്ല. നമ്മൾ ചെയ്താൽ ആ സമയത്ത് അത് അള്ളാഹു അറിയും. അത് കുറച്ച് കടന്ന കൈയായി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇവർ പറയാം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മുൻകൂട്ടി ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഇഖ്തിയാറിനും കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഓരോന്നിങ്ങനെ ചെയ്യും, അത് പടച്ചോ അങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ആ രേഖപ്പെടുത്തിയതിനെ കുറിച്ചിട്ടാണ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുക. അതാണ് ഖദരിയാക്കളുടെ വിശ്വാസം. ഈ 2 വിശ്വാസത്തിൻ്റെയും ഇടയിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവരെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? ഈ ജബരിയാക്കളെക്കുറിച്ചും ഒക്കെ കുറിച്ച് പറഞ്ഞത് അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. യജ്അലൂനല്ലാഹ ളാലിമൻ ഫീ ഹുക്മിഹി, അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ അക്രമം കാണിച്ചിരിക്കുന്നു എന്നവർ വാദിക്കുകയാണ്. വയഹ്ദിമൂനൽ അംറ വന്നഹിയ, അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിനൊക്കെ അവർ തകർത്ത് കളയുകയാണ്. വസ്സവാബ വൽ ഇഖാബ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നന്മകൾക്ക് പ്രതിഫലമുണ്ട്, തിന്മകൾക്ക് ശിക്ഷയുണ്ട് എന്ന വിശ്വാസങ്ങളെല്ലാം അവർ തകർത്ത് കളയുകയാണ് എന്നാണ് ഇവരെ സംബന്ധിച്ചുകൊണ്ടൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ശരി, അപ്പോൾ ഖദരിയാക്കളുടെ വിശ്വാസം, ജബരിയാക്കളുടെ വിശ്വാസം, ജബരിയാക്കൾ ഖദരിയാക്കൾ, മനസ്സിലായല്ലോ 2 പേരുകൾ. ഈ 2 ടീമുകളാണ് ഖദാ ഖദറിൽ പഴച്ചു പോയ പ്രധാനപ്പെട്ട 2 ടീമുകൾ. ജബരിയാക്കൾ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം എന്ന് പറഞ്ഞ അടിയറ വെച്ചിട്ട് നമുക്കൊന്നിനും കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒക്കെ പടച്ചോനാണ്. മറ്റവർ ഒന്നും അല്ലാഹു തആല അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് പടച്ചോൻ അറിയുന്നു, അത് അവൻ രേഖപ്പെടുത്തി വെക്കുന്നു എന്നേ ഉള്ളൂ. അത് രണ്ടുമല്ല ശരി. നേരെ മറിച്ചിട്ട് എന്താണ് ശരി? അല്ലാഹു സുബ്ഹാനഹു തആല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്നത് കതബല്ലാഹു മഖാദിറൽ ഖലായിക ഖബല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ് ബി 50,000 സന.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കതബല്ലാഹു മഖാദീറൽ ഖലായിക, സൃഷ്ടികളെ സംബന്ധിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ കണക്കാക്കിയിട്ടുണ്ട്, അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ്. എത്ര മുമ്പ്? ബിഖംസീന അൽഫ സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. ലോകത്ത് എന്തൊക്കെ മലക്കുകളെ പഠിച്ചിട്ടില്ല, ഒന്നിനെയും പഠിച്ചിട്ടില്ല. ആദ്യം പഠിച്ചത് കലമാണല്ലോ. ആ കലമിനോട് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടിക്കും, അവരെത്ര കാലം ജീവിക്കും, അവരെന്തൊക്കെ വർക്ക് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് അതിൻ്റെ സൃഷ്ടാവായ പടച്ചോൻ അറിയാം. ആ അറിയുന്നത് അവൻ രേഖപ്പെടുത്തി വെച്ചു. എത്ര നിസ്സാരമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഞാനൊരു മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മെഷീനിൻ്റെ വാലിഡിറ്റി എത്രയുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് ഏകദേശം എനിക്കറിയില്ലേ? മനുഷ്യൻ കണക്കാക്കുമ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും, അള്ളാഹുവിൻ്റെ കണക്ക് തെറ്റൂലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ, ഈ പ്രപഞ്ചം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി ഇവിടെ എന്തൊക്കെ, അതിലൊരു ചെറിയ ഇല പോലും പടച്ചോൻ്റെ സൃഷ്ടിയാണെങ്കിൽ അതിൻ്റെ ഇളക്കം എല്ലാം അള്ളാഹു അറിയും. ആ അറിവിനനുസരിച്ചാണ് ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ് ഖലാ ഖദർ. അപ്പോൾ ആ രൂപത്തിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, മാ മിൻകും മിൻ നഫ്സിൻ ഇല്ലാ വഖദ് ഉലിമ മൻസിലുഹാ മിനൽ ജന്നത്തി വന്നാർ. ഏതൊരു മനുഷ്യനും അവന് സ്വർഗ്ഗത്തിലും നരകത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല സീറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. ഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫലിമ നഅമൽ, പിന്നെ ഞങ്ങൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്? സ്വർഗത്തിൽ ഞങ്ങൾക്ക് സീറ്റുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ ഞങ്ങൾക്ക് സീറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നവർ ചോദിച്ചു. അപ്പോൾ അഫല നത്തക്കിൽ, ഞങ്ങൾ അതിലിങ്ങനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നിന്നൂടെ? അള്ളാഹു എന്താണോ തീരുമാനിച്ച് അത് നടക്കും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിന്നൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെ പറ്റില്ല. ഇഅ്മലു, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. ഫകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിക ലഹു, നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പടച്ചോൻ എളുപ്പമാക്കി തരും. നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ അധ്വാനിക്കണം. നമ്മളിപ്പോൾ ഗൾഫിൽ വന്നിട്ട് ഒരു ജോലിയും കിട്ടാതെ ഇവിടെ നട്ടം തിരിഞ്ഞ് തിരിച്ചു പോകണമെന്നാണ് അള്ളാൻ്റെ നിശ്ചയമെങ്കിൽ, അങ്ങനെ നിശ്ചയം പടച്ചോനുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ വന്നു, നമ്മൾ വിസ എടുത്തു, നമ്മളിവിടെ വന്നു, നമ്മളൊരു റൂം അന്വേഷിച്ചു, കുറേ ആളുകളോട് ജോലി അന്വേഷിച്ചു, കുറേ സ്ഥലത്ത് പോയി, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ജോലി കിട്ടാതിരിക്കുക എന്നുള്ളത് വേറൊരു കഥയാണ്. അപ്പം നമ്മളൊരു നല്ലൊരു ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും കിട്ടും തോന്നി, പക്ഷേ കിട്ടിയില്ല, അള്ളാൻ്റെ കഥയാണ്. ഇതാണ് വിശ്വാസം. നടക്കുന്നതൊക്കെ പടച്ചോൻ്റെ കഥയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയണം, അള്ളാൻ്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. അതിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഞാൻ എന്തിനാപ്പം അങ്ങനെയൊക്കെ നിസ്കരിച്ച് നടക്കണത്, ഞാൻ എത്ര കാലമായി ഒരു എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച് ഞാൻ എൻ്റെ എത്ര മര്യാദയോടുകൂടിയാണ് ഞാൻ നടക്കണത്, ഇങ്ങോട്ട് പടച്ച ഓൽക്കൊക്കെ നല്ല ജോലി, എന്നാൽ കൈ നിറയെ കാശ്, എനിക്ക് ഇതൊന്നുമില്ല, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നു. സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അള്ളാഹ് നമുക്ക് ഹൈറുള്ളൊക്കെ തരും, അള്ളാഹ് ഹൈറല്ലാത്തതൊന്നും ചെയ്യൂല. അള്ളാഹ് ഹൈറല്ലാത്തതൊന്നും ചെയ്യൂല. അപ്പം നമുക്ക് കിട്ടാതിരിക്കുക എന്നുള്ളത് ഹൈറാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് ആലോചിക്കുക. അയാൾ പള്ളിയിലൊക്കെ ഇങ്ങനെ വന്ന് പള്ളിയിൽ ഹൗദിൽ വെള്ളം നിറച്ച് പൈപ്പിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി 5 നേരം പള്ളിയിലൊക്കെ ഉള്ളൊരു മനുഷ്യൻ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആരെങ്കിലും സഹായിക്കണം, അങ്ങനെയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ഒരാൾക്കൊരു ദയ തോന്നി. അല്ല, ആ മഹല്ലത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് അയാൾ കുറേ ആളുകളെ കൂട്ടി കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് അയാൾക്കൊരു പെട്ടിക്കട ഇട്ട് കൊടുത്തു. പള്ളിൻ്റെ അടുത്ത് തന്നെ വരാനൊക്കെ എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്തു. അങ്ങനെ അയാൾ ആ കച്ചവടത്തിൽ മുഴുകി. ആ കച്ചവടം ഇങ്ങനെ വ്യാപൃതപ്പെട്ടു, ആളുകളൊക്കെ തിരക്ക് കൂടി, നല്ല കച്ചവടമായി. അപ്പോഴോ അയാൾക്ക് പള്ളിയിൽ കയറാൻ സമയമല്ല, അവിടെ വൃത്തിയാക്കാൻ സമയമല്ല, അതേപോലെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സമയമല്ല. അപ്പോൾ അയാൾക്ക് ആ കട കിട്ടിയത് ഹൈറാണോ ഷറാണോ? അയാളുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഏതായിരിക്കും? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ പള്ളിയിൽ പോയ സമയമല്ലേ? അപ്പോൾ ഏത് സമയമാണ് നമുക്ക് ഹൈറായിട്ടുള്ളത് എന്ന് അള്ളാഹ്ക്കറിയും. അതാ ഇപ്പോൾ പടച്ചോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയലാണ് ഖലാ ഖദറിലുള്ള വിശ്വാസം. അല്ലാതെ കിട്ടിയതിലിങ്ങനെ പടച്ചോനെ കുറ്റപ്പെടുത്തി, എൻ്റെ ഒന്നും ആയിട്ടില്ല, എനിക്കൊന്നും തേഞ്ഞിട്ടില്ല, ഞാൻ എത്ര കാലമായി ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് വിചാരിക്കുന്നത് സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഖലാ ഖദറിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ മനസ്സിലാക്കിയിരിക്കേണ്ട 4 അതിൻ്റെ അടിസ്ഥാനപരമായി കൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 റുക്കിനുകളെ സംബന്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. 1 അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം.
അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നവനാണ് എന്നുള്ള വിശ്വാസം ഖലാ ഖദറിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഇൽമ്, ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് നമ്മൾക്ക് ചിലപ്പോൾ അറിയുള്ളൂ, പഠിച്ചു വെച്ചതും അറിയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാലവ്യത്യാസമൊന്നുമില്ല. ഇന്ന് നാളെ കഴിഞ്ഞു പോയത് നിങ്ങൾ നോക്കി, ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയാലോ 50,000 കൊല്ലം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കുറേയായിട്ട് തോന്നും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാലമല്ല. ഇത് ഈ സൂര്യൻ്റെ ചുവട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കല്ല ഈ സമയവും അതേപോലെ തന്നെ മണിക്കൂർ ഇതൊക്കെയല്ലേ ഉള്ളൂ, സൂര്യൻ്റെ ഉദയവും ഇതൊക്കെ. ഇതിൻ്റെ അപ്പുറം നിൽക്കുന്ന പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം, സിട്ടാവായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങൾ, നമ്മൾ എണ്ണുന്ന കാലങ്ങളൊന്നും അവൻ്റെ അടുക്കലില്ല. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാകാനും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് കാലഭേദമന്യേ എല്ലാം അറിയുന്നവനാണ്. കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതൊക്കെ പടച്ചോൻ്റെ മുമ്പിൽ ഒരേപോലെയാണ്. ഒരേപോലെ ഇപ്പം ഞങ്ങളെ കാണില്ലേ, അതേപോലെ പടച്ചോന് ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ അവസാനം വരെയുള്ളത് പടച്ചോന് കാണും, അറിയും, എഴുതി വെക്കാൻ പറ്റും. അതല്ലേ പടച്ചോൻ്റെ കഴിവ്. അപ്പോഴല്ലേ അല്ലാഹുള്ളൂ. അൽ ഇലാഹ്, സാക്ഷാൽ ആരാധന എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ആ ആരാധനയ്ക്ക് എങ്ങനെ അവൻ അർഹനായി തീർന്നത്? എങ്ങനെ മുഹമ്മദ് നബിയും ബദരീങ്ങളും മുഹിയുദ്ദീൻ ഷെയ്ഖൊന്നും അർഹരല്ല എന്ന് പറഞ്ഞത്? അവർക്കൊന്നും ഈ അറിവില്ല എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അറിവ് അപാരമാണ്, അവനെല്ലാം അറിയുന്നു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവനാണ് പരമകാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ളവൻ. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമാണ്. വ ഇൽമ, അവൻ്റെ അറിവും എല്ലാത്തിനും വിശാലമാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവില്ലാത്തൊരു കാര്യവും ലോകത്തില്ല എന്നതർത്ഥം. അങ്ങനെ അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുക, അതാണ് റുക്കിനിൽ ഒന്നാമത്തെ ആയിട്ടുള്ളത്. ആളുകളൊക്കെ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെയൊക്കെ സംബന്ധിച്ചുകൊണ്ട്, അല്ലേ? എല്ലാം വിശ്വസിക്കുന്നു. മണൽത്തരികൾ, കടൽപ്പുറത്തുള്ള മണൽത്തരിയുടെ എണ്ണം, തിരമാലകളിലുള്ള നുരകളുടെ എണ്ണം, ലോകത്ത് വളരുന്ന സസ്യങ്ങളുടെ എണ്ണം, ഇതൊക്കെ അറിയുന്ന ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഇന്നും മുസ്ലിമാണ്, ഞങ്ങൾ അങ്ങനത്തെവരാണ്, അഹ്ലുസുന്നയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളിൽ നമുക്കിതൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് ഇൽമാണ്, രണ്ടാമത്തേത് കിതാബത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ അറിവ് വേണം, അപ്പോഴാണ് രേഖപ്പെടുത്തലുണ്ടാകുക. അറിവില്ല എങ്കിൽ എല്ലാം രേഖപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖലാ ഖദറിൻ്റെ വിഷയത്തിൽ അതിൻ്റെ റുക്നുകളിൽ രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയത് കിതാബത്താണ്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ, എല്ലാം ക്ലിപ്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് മുതൽ ഇനി ലോകാവസാനം വരെയുള്ള അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായൊരു ഗ്രന്ഥത്തിൽ അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മശീഅത്തുള്ള, അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹു രേഖപ്പെടുത്തിയത്, പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ. നമുക്ക് ഉദ്ദേശിക്കാം, അത് നമ്മളെ ഇഖ്തിയാറാണ്. പക്ഷേ നടക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വലാ തഖുൽ ഷൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ, നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നീ ഒരിക്കലും പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. നമ്മുടെ ആൾക്കാർക്ക്, എത്ര ആൾക്കാർക്ക് ഇൻഷാ അല്ലാഹിൽ വിശ്വാസമുണ്ട്? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയില്ല, നിങ്ങൾ ഉറപ്പ് പറയാറ്. കല്യാണത്തിന് വരാം, അല്ലെങ്കിൽ അതിന് വരാം, ഇതിന് വരാമെന്നൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ നിങ്ങളൊരു ഉറപ്പ് പറയും. ഇൻഷാ അല്ലാഹയാണ് ഉറപ്പ്. ഇൻഷാ അല്ലാഹ് 6 മാസത്തെ അവധി ഉണ്ട് എന്ന് ആരുണ്ടാക്കിയാന്നറിയില്ല, ആൾക്കാർ പറയണേക്കാം. അങ്ങനെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ വിഷയം ഏറ്റെടുക്കും. അള്ളാഹുവിൻ്റെ മശീഅത്ത് ഉണ്ടെങ്കിൽ അത് നടക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച് പ്രവാചകൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അയാളിലേക്ക് ഏൽപ്പിക്കപ്പെടും. ജന്നെ ചെയ്തോ, അള്ളാഹിനെ വേണ്ടല്ലോ നിനക്ക്, നീ തന്നെ ചെയ്തോ. നടക്കുമോ? നടക്കൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരിക്കലും തന്നെ ഒരു കാര്യം പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മശീഅത്ത് നിർബന്ധമാണ് ഒരു കാര്യം നടക്കാൻ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഖലാ ഖദറിൻ്റെ മൂന്നാമത്തെ റുക്കിന് ഒന്നെന്താ പറഞ്ഞത്? പറയ്. ഇൽമ്, 2
കിതാബത്ത്, 3 മഷീഅത്ത്. മഷീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. 4-മത്തത് ഖൽഖ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്, അവൻ്റെ സൃഷ്ടികളാണ്. എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാൻ കണക്കാക്കി, അവൻ സൃഷ്ടിച്ച് കണക്കാക്കിയിട്ടുള്ളതാണ്. അതേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, നമ്മുടെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടിച്ചതേ ഇവിടെ ഉണ്ടാവൂ, അള്ളാഹു സൃഷ്ടിച്ചതേ ഇവിടെ നടക്കൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അങ്ങനെ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. നോക്കി നിങ്ങൾ, അത്രയധികം അള്ളാഹു സുബ്ഹാനഹു തആല ആ ഖലാ ഖദറിൻ്റെ വിഷയത്തിൽ എന്താക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അവൻ്റെ അറിവാണ്, അവൻ്റെ കഴിവാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ നമുക്കെന്തുണ്ട്, ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചില കാര്യങ്ങൾ കൽപ്പിച്ചു, ചില കാര്യങ്ങൾ വിരോധിച്ചു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏതായാലും കണക്കാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കല്ല വേണ്ടത്. അള്ളാഹു കൽപ്പിച്ചത് നിർവഹിക്കുക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിൻ്റെ കഥ നടക്കും എന്ന് വിശ്വസിക്കുക. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക, ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും ചീത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ. അപ്പോൾ അള്ളാഹുവാണ് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്, ചെയ്യാനാണ് നമ്മോട് പറഞ്ഞത്. അവിടെ അമാന്തം കാണിച്ച് ഈ വിശ്വാസികളുടെ പിന്നാലെ പോയി പിശാചിൻ്റെ മക്കളായി, പിശാചിൻ്റെ അനുയായികളായി മാറിയാൽ നമ്മുടെ നരകം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുക. കാരണം നമുക്ക് അവിടെ ഇഖ്തിയാറിന് അവകാശം തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, 2 ഉയർന്നു നിൽക്കുന്ന മലമ്പാത പോലെയുള്ള വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഹറാമിൻ്റെയും ഹലാലിൻ്റെയും വഴികൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലിയറായി സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതിലെല്ലാം അള്ളാഹുൽ തവക്കുലാക്കി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഇത്ര സമാധാനമുള്ള, സന്തോഷമുള്ള മറ്റൊരു ജീവിതം വേറൊരു വിശ്വാസി വേറൊരാൾക്കും ലഭിക്കുകയില്ല. അത് വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുവാൻ, അള്ളാഹു പഠിപ്പിച്ച ഖലാ ഖദറിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമീനായ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.